അതെ 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 അതൊരു ടൈം ലൂപ്പ് കോൺസെപ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അതൊരു മാക്സിമം ഡിഫറൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രേക്ഷകർ കണ്ടു തന്നെ വിലയിരുത്തട്ടെ. ഇപ്പോൾ കണ്ടവർക്കെല്ലാം നല്ല അഭിപ്രായമാണ് വന്നത്. ബാക്കി എല്ലാവരും കണ്ടിട്ട് വിലയിരുത്തുക. നമ്മളിപ്പോഴും ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു പുതിയ സിഗ്നേച്ചർ ചെയ്യണം എന്നുകൊണ്ട് ഒരു ആവശ്യം മാറി നിൽക്കണം. ഒരുപാട് ഡയറക്ടേഴ്സ് ഒരുപാട് വരുന്നതല്ലേ. ഒരു സിഗ്നേച്ചർ സബ്ജക്റ്റ് വേണമെന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ജോണർ സെലക്ട് ചെയ്തു. അത് അങ്ങനത്തെ ടൈം ലൂപ്പ് കോൺസെപ്റ്റാണ്. ടൈം ലൂപ്പാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരേ സംഭവം തന്നെ 3 പ്രാവശ്യം റീക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അത് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ കാണുക. മിക്സ് ചെയ്തിട്ടുണ്ട്. ഫാൻറ്റസി സയൻസിഫിക് ആയിട്ടൊന്നുമില്ല, ഫാൻറ്റസി ആയിട്ടുള്ളൂ. ബേസിൽ ജോസഫാണ് അതൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അത് കാണുമ്പോൾ എനിക്കൊരു മനസ്സിലാവും. ഒരു ഫൺ മൂഡിലാണ് ചെയ്തേക്കുന്നത്. അതെ 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 അതെനിക്ക് എൻ്റെ മുമ്പ് ഞാൻ ഒരുപാട് പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഒടിയൻ, മാമാങ്കം, ജോസഫ് അങ്ങനെ പുറമെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഈ സിനിമയിൽ. അതുകൊണ്ടാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയത് അത്ര നന്നായിട്ട്. താങ്ക് യു സോ മച്ച്. അത് നമ്മൾ 3 കൊറിയോഗ്രാഫേഴ്സിനെ വെച്ചിരുന്നു. ഒരു ഫൈറ്റ് തന്നെ പലതരത്തിൽ വേണമെന്നുള്ളതുകൊണ്ടാണ് 3 കൊറിയോഗ്രാഫി വെച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ ഷൂട്ട് ചെയ്താണ്. അങ്ങനെ എല്ലാം അത് ഓരോ ലൂപ്പിലും ഓരോ ഡിഫറൻസ് വരുന്ന രീതിയിൽ നമ്മൾ കാണിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്തതാണ്. 100% സിജു വിൽസൺ പോലുള്ള ആർട്ടിസ്റ്റ് നമുക്ക് ഭയങ്കര കമ്മിറ്റഡ് ആയിരുന്നു. പുള്ളി ഒത്തിരി ബോഡി ഓൾട്ടർ ചെയ്തായിരുന്നു, പാർക്ക് ഓവർ ചെയ്തായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. സിജുവും ബാലു, ധീരജ് എല്ലാവരും നല്ല കണ്ടക്ട് കൂടെ. മാക്സിമം ഫുൾ നമുക്ക് വേണ്ടി 100% കമ്മിറ്റഡ് കൂടെ നിൽക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് തന്നു എല്ലാ ആർട്ടിസ്റ്റും. അതെ, അത് ശരിക്കും നമ്മൾ ജസ്റ്റ് റീക്രിയേറ്റ് ചെയ്യാൻ എഴുതി വയ്ക്കുന്നതിനേക്കാളും ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ ഗ്രൗണ്ടിൽ ലൊക്കേഷനിലായിരുന്നു ഷൂട്ട് ചെയ്തത്. സെറ്റിട്ടൊന്നും അല്ല ഷൂട്ട് ചെയ്തത്. അപ്പോൾ മാക്സിമം നമ്മൾ കണ്ണൂരാണ് ഷൂട്ട് ചെയ്തത്. അവിടുത്തെ ജനങ്ങളൊക്കെ സഹകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ റീക്രിയേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്തു എല്ലാ നല്ല ടീമായിട്ട്. എല്ലാ ക്രൂവും എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. അവരെല്ലാം എൻ്റെ കട്ടയ്ക്ക് കൂടെ നിന്നു. അങ്ങനെ ടീം വർക്കായിരുന്നു സിനിമ. അതുകൊണ്ടാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയത്. ഇതൊരു 45 ദിവസം മാക്സിമം. ഈ മ്യൂസിക് വളരെ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു ബ്രോ. രാഹുൽ രാജ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അത്രയും നല്ല ഔട്ട്പുട്ട് പുള്ളിക്ക് ഫുട്ടേജ് കിട്ടിയപ്പോൾ ചെയ്തു തന്നായിരുന്നു. രാഹുലിൻ്റെ ഏറ്റവും നല്ല വർക്കുകളൊന്നായിരിക്കും. പണ്ട് ബാച്ചിലർ പാർട്ടിയിലൊക്കെ നമുക്ക് ഞെട്ടിച്ച രാഹുലിൻ്റെ നല്ല BGM ആയിരിക്കും പടത്തിൽ. താങ്ക് യു എല്ലാവരും കാണുക. എന്താ ആണല്ലേ, സന്തോഷം തോന്നുന്നു. അതെ, ഒരു ടൈം ലൂപ്പ് ബേസ് ചെയ്തിട്ടുള്ളൊരു മിസ്റ്ററി ത്രില്ലറാണ്. നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പണിയെടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം. അപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും പറഞ്ഞില്ലേ, ഓഡിയൻസ് റിവ്യൂ ഒക്കെ പറഞ്ഞില്ലേ. ഓഡിയൻസിനോട് ചോദിക്കുന്നത് ഞാൻ ഇപ്പോൾ അഭിനയിച്ച പടത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ എപ്പോഴും ചൂസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശ്രമമാണിത്. നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തും, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഒരു അടിപൊളിയുണ്ട് പടം. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് രസമായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര വർക്കായി. ഇപ്പോൾ ജനങ്ങൾ കാണാം, ഓഡിയൻസ് കാണാം. എൻ്റെ നല്ല അഭിപ്രായമൊക്കെ പറയാം. താങ്ക് യു.